കവിത ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ചിരുന്നു. ആ കവിത വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഓടിയെത്തി. ആ ചോദ്യം ഇതാണ്: ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽ അധികം പേരും രക്തബന്ധങ്ങൾക്കും മനുഷ്യബന്ധങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ആ തലമുറയെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് തെറ്റാത്ത വഴിയിൽ നടക്കുവാനും വേണ്ടി ഏതുതരം കണ്ണടകളാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് വിശദീകരിക്കാമോ സർ? കന്നഡ എന്ന് പറയുന്നൊരു, ആ കവിതയില് കന്നഡ എന്ന് പറയുന്നൊരു സിമ്പലാണ്, ഒരു അടയാളമാണ്. അപ്പം അതിനകത്ത് അവസാനത്തെ വരികളിൽ പറയുന്നുണ്ട്: ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം, വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. അതായത് മാനവരാശി എപ്പോഴും പൂർണ്ണരല്ല. മറ്റ് ജീവിയും മനുഷ്യനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? മറ്റ് ജീവികൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല, അല്ലെ? ഭാവനയിൽ സങ്കല്പിക്കാനുള്ള ശേഷിയില്ല. അതനുസരിച്ച് പ്രായോഗികമായി പെരുമാറാനുള്ള ശേഷി അവർക്ക് നൈസർഗികമായി അവരുടെ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങളാണ് അവരുടെ ബ്രെയിനിലുള്ളത്. അതാണ് നാച്ചുറലായിട്ട് അവർ കിട്ടിയിരിക്കുന്നത്. അതിനെ വെച്ച് അവർ അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആഹാരം കണ്ടെത്തുന്നു, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുന്നു, അല്ലെ? തലമുറകൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുന്ന അടിസ്ഥാന കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. പക്ഷെ മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അവന് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും അവൻ സ്വയം പരിഷ്കരിക്കാൻ ആലോചിച്ചുകൊണ്ട് നടക്കുകയും ആ പരിഷ്കരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ പരിഷ്കരണങ്ങളെല്ലാം തന്നെ അവന്റെ ഭൗതികമായ സുഖസമ്പത്തിന് വേണ്ടിയുള്ളതാണ് കൂടുതലും. തങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തകളാണ്. അതിനുവേണ്ടി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും, അല്ലേ? അതിനുവേണ്ടി ധാരാളം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്തുണ്ടായി? നടന്നു പോയിക്കൊണ്ടിരുന്ന നമ്മൾ നടന്നതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി, അല്ലേ? കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും യാത്ര ചെയ്യാൻ തുടങ്ങി, അല്ലേ? പലതരത്തിലുള്ള ആഹാര സാധനങ്ങളും രുചികളും കണ്ടെത്താൻ തുടങ്ങി, അതെല്ലാം പ്രയോഗിക്കാൻ തുടങ്ങി. അതെല്ലാം തനിക്ക് കൂടുതൽ വേണമെന്ന ആസക്തി കൂടിക്കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ പതുക്കെ പതുക്കെ വേറൊരു അർത്ഥത്തിൽ മൃഗത്തെക്കാൾ ഹീനമായ രീതിയിൽ സൊസൈറ്റി പോകും. ആ കാലത്തെല്ലാം കറക്ഷൻസ് നടന്നിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകൾ മങ്ങി വരുന്ന കാലഘട്ടത്തിൽ കൊള്ളാവുന്ന ഈ ഭൗതികമായ ഈ അവനവൻ മാത്രമെന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച ചില ആളുകൾ ഗംഭീരമായ ചില കാര്യങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് സോക്രട്ടീസ്, അല്ലേ? അപ്പൊ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ ഒരാൾ ഇങ്ങനെ ഭരിക്കുകയും മറ്റുള്ളവരെല്ലാവരും ഭരിക്കപ്പെടുകയും ചെയ്യുകയും അയാൾ എന്ത് തീരുമാനിക്കണം അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടവരല്ല നമ്മൾ എങ്ങനെ സമൂഹം എന്ന നിലയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കാൻ ഒരു സംവിധാനം കണ്ടെത്തണമെന്ന് പറഞ്ഞ, ജനകീയതയെക്കുറിച്ച് പറഞ്ഞ, ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ അടിസ്ഥാനപരമായി പറഞ്ഞൊരാളായിരുന്നു. അപ്പോ സമൂഹം അങ്ങനെ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ പറയാൻ കാണും. പക്ഷെ ആ ആളിനെ മനുഷ്യരാശി നന്നായി ഇതുവരെ കണ്ടിട്ടില്ല, അല്ലേ? അദ്ദേഹത്തെ ഹെംലോക്ക് എന്ന് പറയുന്ന വിഷം കൊടുത്ത് എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു സോക്രട്ടീസ്. അതുപോലെ വേറൊരാണ് ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ. സമൂഹം ഇങ്ങനെ ഇല്ലാതായി വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആശയം, നിങ്ങൾ ഈ അത്യാർത്തിയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. നിങ്ങൾ അമിതമായി അത്യാർത്തിയോടെ എനിക്കത് വേണം ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ദുഃഖം എന്ന് പറയുന്ന സാധനം. അല്ല, ദുഃഖം എന്നൊരു സാധനം ഇല്ല, കേട്ടാ. അപ്പൊ അതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് നല്ല ഇത് കിട്ടിയില്ല സമൂഹത്തിൽ നിന്ന്. ആ കാലം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു രാജകുമാരനൊക്കെ ആയിരുന്നതുകൊണ്ട് ആരും അടിച്ചു കൊന്നില്ലെന്നേ ഉള്ളൂ. രാജകുമാരനായിരുന്നിട്ട് സന്യാസിയായ ആളാണല്ലോ അദ്ദേഹം. അത് കഴിഞ്ഞ് ക്രിസ്തുദേവൻ വന്നു. അദ്ദേഹം അതിഗംഭീരമായി മനുഷ്യനെ കുറച്ചുകൂടെ, അതാണ് ഞാൻ പറഞ്ഞത്, മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടുക. ഒരാളൊരിക്കൽ കണ്ണട വച്ചു എന്ന് പറഞ്ഞ തെളിമയുള്ള വിഷനുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവരുടെ ആ വിഷൻ സമൂഹത്തിന് കൊടുക്കുമ്പോൾ സമൂഹം അത് എന്ത് ചെയ്യാൻ തയ്യാറല്ല, മനുഷ്യൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ ക്രിസ്തു എന്ന് കൃത്യമായും പറയേണ്ടതെല്ലാം പറഞ്ഞു. ക്രിസ്തു എങ്ങനെയാണ് മനുഷ്യൻ കുറച്ചുകൂടെ നല്ല മനുഷ്യനാവേണ്ടത്, ഇങ്ങനെ പോയാൽ പോരാ. നമ്മൾ ബ്രെയിൻ ഉള്ളവരും നമ്മൾ പലതരത്തിലുള്ള ഇമോഷൻസ് ഉള്ളവരുമാണ്. അതിനെല്ലാം ഈ സമൂഹത്തിന്, പ്രപഞ്ചത്തിന് ഗുണകരമായി പ്രയോഗിക്കണം. അതിന് ഇങ്ങനെയൊക്കെ പോകണം. അയൽക്കാരനെ സ്നേഹിക്കണം, അല്ലേ? നിന്നെ പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് വന്നു. അദ്ദേഹം നന്നായി പറഞ്ഞു. അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ് ചെയ്തത് നമ്മൾ, അല്ലേ? അപ്പൊ ഒരാളൊരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം, അല്ലേ? അങ്ങനെ പല ആളുകളുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് രണ്ടെണ്ണം ഞാൻ ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്.
ഗാന്ധി വന്നു അല്ലേ? എങ്ങനെയാണ് മനുഷ്യൻ സമാധാനപരമായി അനീതിക്കെതിരെ പോരാടേണ്ടത് എങ്ങനെയെന്നൊരു മാതൃക കാണിച്ചു. ആരെയും കൊല്ലാതെ എങ്ങനെ അവനവന്റെ സ്വത്ത് തിരിച്ചു പിടിക്കാം, അതിനെങ്ങനെ ഓരോരുത്തരും വ്യക്തിപരമായും വ്യക്തി എന്ന നിലയിൽ എങ്ങനെ ജീവിക്കണം, സമൂഹം എന്ന നിലയിൽ എങ്ങനെ പെരുമാറണമെന്നെല്ലാം ഗാന്ധി പറഞ്ഞു അല്ലേ? അദ്ദേഹത്തെ കൊന്നത് ബ്രിട്ടീഷുകാരായിരുന്നില്ല, ആയിരുന്നോ? അദ്ദേഹം ആർക്കെതിരെയാണോ അടിസ്ഥാനപരമായി പോരാടിയ ആ വിഭാഗം അല്ല അദ്ദേഹത്തെ കൊന്നത്. അല്ല, ആർക്കു വേണ്ടിയാണോ അദ്ദേഹം പോരാടിയത് അവര് തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? കൊന്നത്. നമ്മൾ തന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ തന്നെ മങ്ങിയ കാഴ്ചകളാണ് അദ്ദേഹത്തെ കൊന്നത് അല്ലേ? അപ്പൊ ഓരോ കാലഘട്ടവും ഇങ്ങനെയാണ്. അപ്പൊ ഇതിങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടെ നന്നാകണം എന്ന മനസ്സിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പൊ കാണുന്ന കാര്യങ്ങൾ ഈ മോൻ പറഞ്ഞത് അത് തന്നെ. ഏത് തരം കണ്ണടയാണ് വേണ്ടതെന്ന് കേട്ടാൽ നന്മയുടെ, മാനവികതയുടെ കണ്ണടയാണ് വേണ്ടത്. എല്ലാ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാം സ്നേഹത്തോടെയും സമചിത്തതയോടെയും സന്തോഷത്തോടെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ എല്ലാവരും ആയി മാറി കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൊള്ളാവുന്ന ഒരു സമൂഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പോ സ്നേഹത്തിന്റെയും മാനവികതയുടെയും കണ്ണടയാണ് നമുക്ക് കേട്ടോ. അപ്പൊ അതിൽ പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഏത് മേഖലയിൽ എത്തപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ആ മേഖലയിൽ നമ്മളെ എങ്ങനെ ഭംഗിയായി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങൾ പഠിച്ച് വലിയ മഹാന്മാരായിക്ക് മാറും, നിങ്ങൾ ഡോക്ടർമാരാകും മാറും ചില ആളുകൾ ാകാം, കവികളാകാം, ചില ആളുകൾ ശാസ്ത്രജ്ഞരാകാം, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാകാം അല്ലേ? പിന്നെ അല്ലാതെ സാധാരണ ഉള്ള ഏത് സേവനവും ചെയ്യുന്ന ആരുമാകാം നിങ്ങൾ. പക്ഷെ ആരുമാകട്ടെ, അടിസ്ഥാനപരമായി നിങ്ങൾ ആകേണ്ടത് ആരാണ്? മനുഷ്യരാവുക എന്നുള്ളത്, നന്മയുള്ള മനുഷ്യരാകുക. ഈ നന്മയുള്ള മനുഷ്യർക്ക് ഏത് മേഖലയിൽ കിട്ടിയാലും അവർ ആ മേഖലയെ ജ്വലിപ്പിക്കും. നമ്മൾ തന്നെ ചില ഡോക്ടർമാരുടെ അടുത്തേ പോവുള്ളൂ, ചില ഡോക്ടർമാരുടെ അടുത്ത് പോകില്ലല്ലോ. നമ്മള് അവിടെ വേണ്ട, അവിടെ പോകണ്ട, നമുക്ക് അപ്പുറത്ത് പോകാന്ന് പറയും. എന്തുകൊണ്ടാ? അവർ രണ്ടുപേരും ഡോക്ടർമാരാണ് അല്ലേ? പക്ഷെ മറ്റേ ഡോക്ടറെ അടുത്ത് നമ്മൾ പോകാൻ തയ്യാറാവുന്ന നമുക്ക് വേണ്ട, നമുക്ക് മറ്റേ ആൾ വരുമ്പോൾ പോവാം, അല്ലെങ്കിൽ ഇന്ന് അയാളില്ല നാളെ വരാം എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണമെങ്കിൽ തിരിച്ചു വരും. നമ്മൾ മറ്റേ ആളില്ല, അയാൾ വരട്ടെ എന്ന്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അവർ രണ്ടുപേരും ഡോക്ടർമാരാണെങ്കിലും രണ്ടുപേരുടെയും മാനവികതയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. ആ നിൽക്കുന്ന മേഖലയെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അവർ മുന്നിൽ വരുന്ന നിസ്വനായി മുന്നിൽ വരുന്ന രോഗിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ എവിടെ എത്തി, ആരായി, നമ്മൾ IAS കാരൻ IPS കാരി ആയോ എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ അയാൾ എത്രത്തോളം മനുഷ്യനായി പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു ഓട്ടോ പിടിക്കുന്നു, രാവിലെ നമ്മളെ കൊണ്ടുവന്ന് സ്കൂളിന്റെ അടുത്ത് വിടാനാണ്. നമ്മളൊരു ഓട്ടോയിൽ കയറുന്നു, നമ്മൾ കുറേ ദൂരം നടത്തുമ്പോൾ അയാളുടെ രീതിയും പെരുമാറ്റവും അയാളുടെ വണ്ടി ഓടിക്കുകയൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ആയിപ്പോയി, എങ്ങനെയെങ്കിലും ഈ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ. എന്നാൽ വേറെ ചില സമയത്ത് വരുന്ന ഒരു ഓട്ടോയിൽ കയറി വരുമ്പോൾ നമ്മൾ നാളെയും ഈ ആള് തന്നെ വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. രണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളാണ്, വ്യത്യാസമില്ല, രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നാണ് അല്ലെ? അടുത്ത ദിവസം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആദ്യം വന്നവനെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിഞ്ഞിരിക്കും, അവൻ പോട്ടെ എന്ന് വിചാരിക്കും. മറ്റേ ആൾ വരണമെങ്കിൽ നമ്മൾ കൈ കാണിക്കും അല്ലേ? നമ്മൾ എങ്ങനെയും അതിൽ കയറി പോകാൻ തോന്നും. അയാൾക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ ചില്ലറ ബാക്കിയുള്ളത് വാങ്ങിയെന്ന് വരില്ല അല്ലേ? അതാണ് പറയുന്നത്. ഏത് മേഖലയിൽ നമ്മൾ പെടുന്നു എന്നുള്ളതല്ല, അവിടെ നമ്മൾ എങ്ങനെ കൂടുതൽ ഹ്യൂമൻ ബീയിങ് ആയി ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ മനുഷ്യരാവുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.